ആളുകൾക്ക് നിസ്കരിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ പള്ളികൾ ഇന്ന് ക്രൈസ്തവ ചർച്ചുകളാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ നിസ്കരിക്കുന്നതോ ഏതോ ചെറിയ റൂമുകളിൽ ചുരുക്കം ആളുകൾ കിബിലൻ കുറിച്ചൊരു ബിൽഡിംഗ് പോലും ഇല്ലാതെ ഉള്ളിൽ എങ്ങനെയോ മുസല്ല ക്രമീകരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന അനുഭവമാണ് നമുക്ക് കൊർദോവയിലും ഗ്രാനഡയിലും സെവില്ലയിലും തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക ഭരണം നിലനിന്ന രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ അനുഭവമാണ് നമുക്ക് ഗ്രാനഡയിൽ കാണാൻ കഴിഞ്ഞ ഒരു അനുഭവം. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചിരുന്ന പള്ളി ഇന്ന് അവിടെ കത്തീഡ്രലാണ്. അതിന്റെ അടുത്ത് നിസ്കരിക്കാനുള്ള ഒരു റൂമിന് വേണ്ടി 20 വർഷം ഗവൺമെന്റിനോട് അപ്ലൈ ചെയ്തിട്ട് UAE ഗവൺമെന്റ് ഉണ്ടാക്കിയ ചെറിയൊരു സ്ഥലത്താണ് വിശ്വാസികൾ നിസ്കരിക്കുന്നത്. ഇത് ലോകത്തെ ഒരു രാജ്യത്തിന്റെ കഥയല്ല, ഒരുപാട് രാജ്യങ്ങളുടെ കഥയാണ്. എപ്പോഴാണ് നമ്മൾ യുദ്ധങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഭൂമിയിലേക്ക് പോയത്? ഇത് കൃത്യമായി നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ നമ്മുടെ ഭീഷണിയെ കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. കേരളീയ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾ ക്ഷേമകരമായി ജീവിക്കുന്നത് പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിലെ സമ്പത്ത് കൊണ്ടാണ്. മിഡിൽ ഈസ്റ്റിലാണ് ഇന്ന് യുദ്ധത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളീയരെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു ഗൾഫ് വാർ. അത് യുദ്ധമെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ നമുക്കറിയില്ല. ഏതായാലും ശരി, നമ്മുടെ നാട്ടിലെ മനോഹരമായ പള്ളികൾ ഉണ്ടായത്, മനോഹരമായ ഭവനങ്ങൾ ഉണ്ടായത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥയിൽ ഉയർച്ചയുണ്ടായത് ഗൾഫിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ്. നമ്മുടെ ഒരു സ്രോതസ്സാണത്. എന്നാൽ ലോക ഇസ്ലാമിക ചരിത്രം പഠിച്ചു നോക്കിയാൽ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് അവര് വളർന്നു വലുതായി അവരെ ആർഭാടത്തിലേക്കും അള്ളാഹുവിനെ മറക്കുന്ന ജീവിതത്തിലേക്കും പോയപ്പോൾ അല്ലാഹു തആല അവർക്ക് പരീക്ഷണങ്ങൾ നൽകി. അതാണ് നമ്മൾ ഈ പറയപ്പെട്ട രാജ്യത്ത് കണ്ടത്. എന്തുകൊണ്ടാണ് സ്പെയിനിലെ മുസ്ലിമീങ്ങൾ ലോകത്തേക്ക് വലിച്ചെറിയപ്പെടുകയും 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തത്? മുസ്ലിം ഭവനങ്ങളുടെ മുന്നിൽ ആത്മീയതയ്ക്ക് പകരം ആർഭാടങ്ങളും ആർത്തനാദങ്ങളും മുഴങ്ങിയപ്പോൾ അല്ലാഹു തആല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇസ്സത്ത് മുഴുവനും എടുത്തു കളഞ്ഞു. ബഗ്ദാദ് പട്ടണത്തിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ അഭിമാനവും എപ്പോഴാണ് ഇല്ലാതായത്? ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അനാവശ്യങ്ങളും അനാചാരങ്ങളും അരങ്ങേറിയപ്പോഴാണ്. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ലോകത്തേക്ക് മുഴുവനും വൈജ്ഞാനിക സംഭാവനകൾ നൽകിയ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ തലസ്ഥാനമായിരുന്നു. അമവികളുടെയും അബ്ബാസികളുടെയും ഫാത്തിമികളുടെയും ഒക്കെ ഭരണകാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ലോകത്ത് നമ്മളെ വെല്ലാൻ ആരുമില്ലാത്ത ഒരു കാലം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങളുടെ കയ്യിൽ കിട്ടിയ സമ്പത്ത് കൊണ്ട് അവർ അല്ലാഹുവിനെ മറന്ന് ആറാടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള നിയമത്തുകൾ മുഴുവൻ എടുത്തുപോയത്. വിശദമായ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് എപ്പോഴെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുവോ അപ്പോഴെല്ലാം നമ്മൾ അല്ലാഹുവിനെ മറക്കുന്ന ആർഭാടങ്ങളിൽ ജീവിച്ചവരായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് എപ്പോഴെല്ലാം നമുക്ക് കിട്ടിയോ അപ്പോഴെല്ലാം നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദ്സ് പട്ടണം ഏറ്റെടുക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. ക്രൈസ്തവ റോമിലെ പാതിരിമാർ വിളിച്ചു വരുത്തിയിട്ട് ഖുദ്സ് പട്ടണത്തിന്റെയും ക്രൈസ്തവ ആരാധനാലയങ്ങളുടെയും താക്കോൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയായി. ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ പള്ളിയാണ്. നമ്മൾ നേരിട്ട് പരിപാലനം നടത്തി. ക്രൈസ്തവ ചർച്ചുകളുടെ താക്കോല് അടുത്തുള്ള ഭവനങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. ഇപ്പോഴും അവരുടെ പരമ്പരകളാണ് ആ താക്കോൽ കൊണ്ട് നടക്കുന്നത് എന്നാണ് ചരിത്രം. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, പിന്നെ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പോയത്? അല്ലാഹു തന്ന നിഅമത്ത് കൊണ്ട് ആട്ടും പാട്ടും അതുപോലെ മുഴുവൻ നൃത്തവും ആചാരങ്ങളും ഈ മുസ്ലിം സമുദായം ലഹരിയിൽ ആറാടുകയും ഗാനമേളകളിൽ അകർപ്പതിക്കുകയും സ്ത്രീകൾ രംഗത്തിറങ്ങുകയും നിസ്കാരം നഷ്ടപ്പെടുത്തുകയും അനാവശ്യങ്ങളിൽ ആവുകയും
ചെയ്തപ്പോൾ ഞെരിയാണിവരെ രക്തം തളം കെട്ടി നിൽക്കുന്ന വിധത്തിൽ കൂട്ടമായി മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞിട്ടാണ് ക്രൈസ്തവർ നമ്മുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തത്. പിന്നെ എപ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടിയത്? സലാഹുദ്ദീൻ അയ്യൂബി എന്ന മഹാനവർകൾ ഭരണാധികാരിയായപ്പോൾ മഹാനവർകൾ തഹജ്ജുദ് മുടക്കാത്ത ആളായി, 40 കൊല്ലം ജമാഅത്ത് നഷ്ടപ്പെടാത്ത ആളായി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തൽ ഓതിയ ആളായി. എന്ന് മാത്രമല്ല, ഒരു ഭരണാധികാരിയായി ഇരിക്കുമ്പോൾ തന്നെ മഹാനവറുകൾ മരണപ്പെടുന്ന സമയത്ത് കഫപ്പുടവയ്ക്ക് പോലുമുള്ള സ്വന്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിച്ച മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? 20 കൊല്ലത്തെ പരിശ്രമം കൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു നേടിയത്. അന്ന് ഒരാളെയും കൊന്നിട്ടില്ല, ഒരാളെയും ആക്രമിച്ചിട്ടില്ല. മഹാനവറുകൾ എന്ന ആദ്യം നോക്കിയത് മുസ്ലിം വീടുകൾ ഉണരുന്നുണ്ടോ എന്നാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടോ എന്നാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ എന്നാണ്. അങ്ങനെ മുസ്ലിം ഗല്ലികളിലൂടെ നടന്നപ്പോൾ ആളുകളെ സുഖമായി ഉണരുകയാണ്, ആരാധനാ കാര്യങ്ങളിൽ പിന്നിലാണ്. അപ്പോൾ മഹാനവറുകൾ ആത്മീയമായി ജനങ്ങളെ സമുദ്ധരിച്ചു. തഹജ്ജുദിന്റെ വീടുകൾ ഉണരാൻ തുടങ്ങി, ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മഹാനവറുകൾ ബൈത്തുൽ മുഖദ്ദസിനെ നമുക്ക് വിട്ടുവന്നത്. അങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വന്നത്. ഇത് ഒരു രാജ്യത്തെ ഉദാഹരണമല്ല, ഇവിടെ അല്പസമയമേ നമുക്ക് സംസാരിക്കാനുള്ളൂ. ഇസ്ലാമിക നാഗരികതകളുടെ ഇന്നലകൾ മുഴുവൻ പഠിച്ചു നോക്കിയാൽ എപ്പോഴെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നിയമത്ത് പോയോ അന്ന് നമ്മൾ അഹങ്കാരികളും ആർഭാടത്തിന്റെ ആളുകളുമായിരുന്നു. എപ്പോഴെല്ലാം നമുക്ക് ഇസ്സത്തുണ്ടായോ അന്ന് മുഴുവൻ നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ പരിഹാരം എന്താണ്? നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, ഇബാദത്ത് ചെയ്യുന്നവരാകണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അൽ-കഹ്ഫ് ഓതാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് നേരം കിട്ടി? ഒരു 10 സ്വലാത്തുകളെല്ലാം നമുക്ക് സമയം കിട്ടിയോ? ഇന്ന് വെള്ളിയാഴ്ച എന്ന അർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് നേരമുണ്ടായോ? ദുആയ്ക്ക് വേണ്ടി ഇരിക്കാൻ എത്ര ആളുകൾക്ക് നേരമുണ്ടായി? നമ്മളിങ്ങനെ പള്ളിയോടും ആരാധനയോടും ബന്ധം വിച്ഛേദിച്ചാൽ നമ്മളിൽ സ്വാഭാവികമായി പള്ളികൾ നഷ്ടപ്പെടും. ഉത്തരേന്ത്യയിലെ 100 കണക്കിന് പള്ളികൾ നഷ്ടമായപ്പോഴാണ്, ആളുകൾ നിസ്കാരത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ്. ഞങ്ങളുടെ യുപിയിലെയും എംപിയിലെയും ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മുസ്ലിംകൾ അധിവസിക്കുന്ന ഗ്രാമങ്ങളിൽ പോയി അവരോട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്രതാപം പോയത്? നമുക്ക് പള്ളിയിൽ കയറാൻ നേരമില്ലാതെ വന്നപ്പോൾ, ഖുർആൻ ഓതാൻ സമയമില്ലാതെ വന്നപ്പോൾ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സമയമില്ലാതെ വന്നപ്പോൾ, നമ്മളിന്ന് വിദേശ രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളുടെ ജീവിതം എന്താണ്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ അവർക്ക് പള്ളിയിൽ വരാൻ നേരമില്ല, തറാവീഹ് നിസ്കരിക്കാൻ നേരമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ല. ഭൗതികതയിലേക്ക് നമ്മൾ ആറടിച്ചു പോയപ്പോൾ നമ്മുടെ അധികാരം അല്ലാഹു തആല എടുത്തു കളയും. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് വിലയിരുത്തണം. ചരിത്രം എന്തിനാണ്? വർത്തമാനത്തോട് ചേർത്ത് വിലയിരുത്താനാണ്, ഭാവിയെ പഠിച്ചെടുക്കാനാണ്. അതുകൊണ്ട് ഇസ്ലാമിക നാഗരികതയുടെ ഇന്നലകൾ, സിറിയ എത്ര പാരമ്പര്യമുള്ള ഇസ്ലാമിക രാജ്യമാണ്, ലിബിയ എത്ര ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ്, ഈജിപ്ത് എത്ര ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ്, ഇറാഖ് എത്ര ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യമാണ്. നമ്മുടെ ഇമാമികൾ, സ്വഹാബികൾ, അമ്പിയാക്കൾ ഒക്കെ വിശ്രമിക്കുന്ന ഭൂമികളാണ്. അവിടെയെല്ലാം എന്തുകൊണ്ടാണ് പിൽക്കാലത്ത് നമ്മുടെ ആളുകൾ ഭൗതികതയിലേക്ക് ചേക്കേറുകയും നമ്മുടെ മക്കൾ ഇപ്പോൾ തന്നെ റമദാൻ കഴിഞ്ഞു, മദ്രസകൾ തുറന്നു, നമ്മുടെ എല്ലാവരുടെയും മക്കൾ കൃത്യമായി മദ്രസയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടോ? അവർ പഠിക്കാൻ പോകുന്നുണ്ടോ? നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ്? നമ്മുടെ മതസ്ഥാപനങ്ങളിൽ കുട്ടികളെ ചേർക്കാൻ എത്ര രക്ഷിതാക്കൾ തയ്യാറാണ്? ഇന്നിവിടെ 10,000 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുള്ള ഈ സംസ്ഥാനത്ത് എത്ര ശതമാനം കുട്ടികൾ ആത്മീയ വിദ്യാഭ്യാസത്തിന് പോകുന്നു? ഇതെല്ലാം അവലോകനം നടത്തിയാൽ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തരുമാറാകട്ടെ. എല്ലാവരും ഈ ശവ്വാൽ മാസത്തിൽ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും ബന്ധത്തിലുമുള്ള മുഴുവൻ മക്കളെയും മതവിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങളിൽ ചേർക്കാൻ ശ്രമിക്കണം. അതുപോലെ അടുത്ത അക്കാദമിക് ഇയറിൽ 8ാം ക്ലാസ്സിലേക്കോ 7ാം ക്ലാസ്സിലേക്കോ +1ലേക്കോ +2ലേക്കോ ഡിഗ്രിയിലേക്കോ ഏത് ക്ലാസ്സിലേക്കാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം നഷ്ടപ്പെടാതെ തന്നെ മതവിദ്യാഭ്യാസം നേടാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ 2 വിദ്യാഭ്യാസം നേടുന്നവരാകാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം.
അപ്പോൾ അവരുടെ നിസ്കാരം ഖളാഊല, ഈമാനികമായ അടിത്തറ നഷ്ടപ്പെടുകയില്ല. ഈ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മളെ ഇതിലൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم ഞങ്ങളെ ഒരുമിച്ച് കൂടി നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾക്കെല്ലാം ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് പോലും അറിയാതെ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ദുരന്തത്തിലുണ്ട്. നിസ്കരിക്കാൻ പള്ളികൾ തകർക്കപ്പെട്ട് എവിടേക്ക് പോകണമെന്ന് അറിയാതെ പാവങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ രക്ഷ നൽകണേ റഹ്മാനേ. ലോകം മുഴുവനും ഭീതിയിൽ കഴിയുന്ന ആസന്നമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ സമാധാനത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അക്രമികളായ ഭരണാധികാരികളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന നല്ലവരായ ആളുകളെ നീ അധികാരത്തിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്ന ക്രൂരന്മാരായ ആളുകളിൽ നിന്ന് ഈ ജനതയെ മുഴുവൻ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ നാട്ടിൽ ഈ ലോകത്തോട്, ജനതയോട്, സംസ്ഥാനത്തോട്, ഇവിടുത്തെ ക്ഷേമകാര്യങ്ങളോട് കാരുണ്യത്തോടെയും അനുഭാവത്തോടെയും പെരുമാറുന്നവരെ നീ അധികാരത്തിലെത്തിക്കണേ റഹ്മാനേ. അക്രമങ്ങളെ തൊട്ട് ഞങ്ങളുടെ നാടുകളെയും ദേശങ്ങളെയും വീടുകളെയും കുടുംബങ്ങളെയും ജനതയെയും മുഴുവൻ നീ രക്ഷിക്കണേ റഹ്മാനേ. പരിശുദ്ധമായ ഹജ്ജ് അടുക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ലക്ഷോപലക്ഷം വിശ്വാസികൾ വരുന്ന ഹജ്ജ് റാഹത്തായി സന്തോഷത്തോടെ ഹാജിമാർക്ക് മുഴുവനും പോകാനും ഹജ്ജ് ഉംറ മറ്റു അമലുകൾ നിർവഹിച്ച് സന്തോഷത്തോടെ മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ മുഴുവനും നീ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ആഖിറത്ത് നീ നന്നാക്കണേ റഹ്മാനേ. اللهم هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവേ, ഈ പള്ളിയുടെ പരിപാലനത്തിന്, നിർമ്മാണത്തിന് ഇന്നേ വരെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാനേ. ഇപ്പോൾ സഹായിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.